ഒറ്റ എണ്ണ എന്റെ മുഖത്ത് നോക്കില്ല. എനിക്ക് അതിന് നല്ല വിഷമമുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്. കാര്യട്ടം കോളേജിലെ പിള്ളേർ ഇങ്ങനെയാണോ മക്കളെ? നിങ്ങളൊക്കെ മിണ്ടാത്ത അവന്റെ അടുത്തെങ്കിലും ആളുകളുടെ മുഖത്ത് നോക്കിയില്ല. ഹലോ ഗായ്സ്, അബി ജർവാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു ആർട്സ് ഡേ ഇനാഗുറേഷൻ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതും ഞാൻ പഠിച്ച എൻ്റെ കോളേജിൽ. അത് കേട്ടപ്പോൾ എൻ്റെ പൊന്നേടാ എന്തൊരു സന്തോഷമായെന്ന് അറിയാം ഗൈസ്. എന്നുവെച്ചാൽ നമ്മൾ പഠിച്ച കോളേജിലായാലും സ്കൂളിലായാലും നമ്മളെയൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിനപ്പുറം വേറൊരു സന്തോഷം ഇനി ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കോളേജിൽ ചെന്നിട്ട്, അതായത് സ്കൂളായാലും കോളേജ്, ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജിലാണ് എന്നെ വിളിച്ചേക്കുന്നത്. ആർട്സ് ഡേ ഇനാഗ്രേഷനാണ് എന്നെ വിളിച്ചേക്കുന്നത്. എന്നെ ക്ഷണിച്ചതിന് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ത്രില്ലിലാണെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ. ആദ്യമായിട്ടാണ് കോളേജ് പിള്ളേർക്ക് ഇടയിൽ ചെന്ന് നിൽക്കണത്. അല്ലാണ്ട് ചെറിയ ചെറിയ ഇനാഗ്രേഷൻ പോയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷൻ. അവിടെ ചെന്ന് എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. ഭയങ്കര രാവിലെ കുളിച്ചിറങ്ങി നിൽക്കണം, ഭയങ്കര ടെൻഷൻ. എനിക്ക് ടെൻഷൻ ആയി കഴിഞ്ഞാൽ എനിക്ക് അപ്പം ഭയങ്കര ഇതാണ്. 11 മണിക്കാണ് അവിടെ ഫംഗ്ഷൻ. ഞാൻ മാത്രമല്ല, നമ്മളെ സഖാവ് കളവമ്പള്ളി സഖാവും ഉണ്ട്. സഖാവാണ് യൂണിയൻ ഇനാഗ്രേഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഞാൻ ആർട്സ് ക്ലബ്ബും ആണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ്. ഇനി ഡ്രസ്സ് മാറിയിട്ട് നേരെ അങ്ങ് പോകണം. ഭയങ്കര ഒരു ടെൻഷൻ ഗായ്സ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങളോട് ഒരുപാട് താങ്ക്സ്. കാരണം നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇല്ല, മനസ്സിലായില്ലേ? അപ്പം ഇനിയും ഇതുപോലത്തെ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ തരണം. അപ്പം ഞാൻ നേരെ ഇനി ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ കോളേജിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്തൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു വലിയ ഗ്രീൻ ഷർട്ടും ഐവറി വൈറ്റ് പാൻറ്റുമാണ്. ഇത് ഇന്നലെ കോസ്റ്റ്യൂം സജസ്റ്റ് ചെയ്ത് തന്നത് ശരണ്യാണ്. ശരണ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഷാരുവാണ് ഈ കോസ്റ്റ്യൂം എനിക്ക് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ശരണ്യക്ക് ഒരുപാട് താങ്ക്സ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. കണ്ണാടിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇത്ര ചേട്ടി മുടിയാണ് സീൻ. എന്ത് ചെയ്താലും മുടി ഇങ്ങനെ ഇരിക്കുള്ളൂ, അതാണ് വേറൊരു വിഷയം, മനസ്സിലായോ? ഒന്ന് ഇറങ്ങട്ടെ, മണി 10:15 ഗൈസ്. അപ്പോൾ ഇനി നേരെ ഇനി ആരൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ ചേച്ചിയുണ്ട്, ചേച്ചി ഇപ്പോൾ പിക്ക് ചെയ്യണം. ജയദേവ് വരുന്നുണ്ട്, ഓൺ ദ വേ ആണ്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെ ഗൈസ്, ഒരു ഭയങ്കര ഒരു നെഞ്ചുരി. അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ അത് ഇവിടെ ഇരിക്കണത് കഴിഞ്ഞാൽ എൻ്റെ വായിൽ കൂടെ ഇങ്ങനെ സൗണ്ട് ഇട്ടെന്നേ ഉള്ളൂ. അതാണ്. അപ്പം എല്ലാവരുടെയും ഗൈസ്, അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോളേജ് ഫംഗ്ഷനിൽ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇനിയും ഇതുപോലെ തന്നെ ഉണ്ടാകണം. ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ കോളേജിലോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഭയങ്കര ടെൻഷനായിട്ട് എനിക്കൊന്നും പറഞ്ഞതുമില്ല ഗൈസ്. അപ്പം നേരെ കോളേജിലോട്ട് പോകാം. ഓക്കെ, ബൈ. എന്തെങ്കിലും പറയണ്ട? എന്തെങ്കിലും പറയണ്ട? എന്തെങ്കിലുമൊക്കെ പറ. എന്താണ് പറയാനുള്ളതെന്ന് പറ. എനിക്ക് നെഞ്ചിടിയും ടെൻഷനുമാണ്. എന്താണ് ഞാൻ മാക്സിമം വിചാരിക്കും കൊളാക്കണ്ടെന്ന്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞിടിപ്പിച്ചതാ. ഇത് മനഃപൂർവ്വം പച്ച എടുത്തിട്ടാണ് ഗൈസ്. നമ്മളിപ്പം എനിക്കറിഞ്ഞൂടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണേന്ന്. ഭയങ്കരമായിട്ട് ടെൻഷൻ. ഒന്നാമത്തെ ദിവസം ഞാൻ പ്രിപ്പയർഡ് അല്ല. ഒന്നാമത്തെ കാര്യം കോളേജ് എന്നൊക്കെ പറയുമ്പം ഭയങ്കര പണ്ടൊക്കെ കോളേജ് എന്നൊക്കെ പോയ ഹരം. വിളിക്കുമ്പോഴല്ലേ അറിയുള്ളൂ മുട്ടൻ ടെൻഷനാണെന്ന്. ഇതിന്റെ ബാക്കിലല്ലേ ഇവിടെ അല്ലേ? എല്ലാരും പറയും കോളേജിലൊക്കെ കയറി ചെല്ലാൻ ഭയങ്കര ഇതായിരിക്കും. പക്ഷെ വിളിക്കുമ്പോഴല്ലേ അറിയണത് ഇത്രയും ടെൻഷനുള്ള പരിപാടിയാണ്. പണ്ട് കോളേജിൽ ആര് പ്രസംഗിച്ചു? ഞാൻ ആകെ എനിക്ക് കൊണ്ട് ഞാൻ കോളേജിൽ അവസാന സ്റ്റേജ് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞിട്ട് വിടവാങ്ങൽ ചടങ്ങുണ്ട് സംസാരിച്ച്. അയ്യോ, അന്നാണ് ഞാൻ ലാസ്റ്റ് എന്റെ കോളേജിലെ മൈക്കിന്റെ മൂട്ടി നിൽക്കണത്. ഞാൻ ഇന്ന് അതേ മൈക്കിന്റെ മൂട്ടില് ഞാൻ ആർട്സ് ഡേ പറ്റി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. കാരണം അന്ന് സ്റ്റേജിക്ക് താഴെ നിന്ന് അലമ്പിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് സ്റ്റേജിന് മേളിലോട്ട് കയറാൻ പോവുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ, ചെറിയ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ, ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, സ്വന്തം കോളേജിൽ
അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അഭിമാനമായ ഒരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ പഠിച്ച കോളേജിൽ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ പണ്ട് നേരത്തെ നമ്മൾ കാരണം അങ്ങനെയല്ല. ഇതിപ്പം ഞങ്ങൾ എന്താണ് പണ്ടൊക്കെ നമ്മൾ ഈ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്താണ് പരിപാടിക്ക് പോയി നിന്ന് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്കൊരു ഇത് കാണുന്ന വെച്ചാൽ നമ്മളവിടെ പഠിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അവിടെ ഒരു ഗസ്റ്റായിട്ട് പോകാൻ പറ്റുന്നതാണ് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഞാൻ സൂപ്പറായിട്ട് സംസാരിക്കേ, അവിടെ ചെന്നിട്ട് മൈക്കെടുക്കുന്നത് അടിക്കും. എനിക്ക് അറിഞ്ഞത് എന്താണ് സംസാരിക്കണത്. ഗൈസ് ഇതുപോലെ നിങ്ങൾക്കും പറ്റും. ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെടണം. ഞാൻ കഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ട, എൻ്റെ ക്യാമറയ്ക്ക് പിറകിയിരിക്കുന്ന ആളാണ് എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളും കഷ്ടപ്പെടണം. നിങ്ങളുടെ വളർച്ചയാണ് നിങ്ങളുടെ പ്രചോദനം ഗൈസ്. അപ്പൊ നിങ്ങൾ ഇനിയും ഞാൻ നിങ്ങളെ പോലെ നിങ്ങളാണ് അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം കോളേജിലോട്ട് പോകാൻ ഓൺ തന്നെയാണ്. നമ്മുടെ ജയദേവ് വരും, അപ്പൊ അവനെ ഒന്ന് പിക്ക് ചെയ്യാൻ പോണം. അവനാണെന്ന് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കോളേജിൽ നിന്ന് കേട്ടപ്പോൾ അവനോട് കുളിര് രോമാഞ്ചം. ഞാൻ പറഞ്ഞു ശരി വാ കോളേജിൽ കയറാ, വാ കട്ട ത്രില്ലായിട്ടൊക്കെ വരെയാണോ കാണിച്ചു തരാം. ഇനി എന്താണ് ഇനി പറയാനുള്ളത്? ഒന്നും പറയായില്ലേ? പറഞ്ഞല്ലോ ഞാൻ. എന്തോ പറഞ്ഞു ഗൈസ്. അപ്പൊ ഇനി നേരെ ജയദേവിന്റെ അടുത്ത് പിക്ക് ചെയ്യാൻ പോയത്. നല്ല ട്രാഫിക് ഉണ്ട്. എന്ത് ചെയ്യ അവിടെ ചെന്ന് ഹായ് ഗൈസ്. അപ്പം ആളെ കിട്ടിയിട്ടുണ്ട്. ആളെ കിട്ടി. എവിടെ പോകണം? ബ്ലോക്ക് എവിടെ പോണം? നമ്മുടെ അബിയുടെ കോളേജിൽ അബി തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കോളേജ് അല്ലടാ പരിപാടി. പരിപാടി കോളേജ് അല്ല, കോളേജിന്റെ ഇനാഗുറേഷൻ വിളിച്ചില്ലേ? അവർക്ക് നിന്നെ ഓർമ്മ വന്നില്ലേ? നീ കോളേജ് കണ്ടിട്ടുണ്ടോ? ഞാൻ കോളേജ് പഠിച്ചിട്ട് പോലും ഇല്ല. നീ പഠിച്ചില്ലെങ്കിൽ എന്തല്ലേ? അങ്ങനെ ചെയ്ത് ആദ്യമായിട്ട് കോളേജിലിട്ട് കാല് വെക്കാൻ പോവുകയാണ്. അല്ല നമ്മൾ കോളേജ് കാല് വെച്ചിട്ടുണ്ടല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടി. നമ്മുടെ നോക്കി കോളേജിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി അത് കാട്ടില് ഇന്ന് ആളുണ്ടോ? നമ്മൾ കോളേജ് കയറല്ലേ? പൊളിച്ച് വ്ളോഗ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അബിക്ക് ആലോചനയായിട്ട് വരേണ്ടതാണ്. കുറച്ച് വയസ്സായി, ഇതിന് കുറച്ച് പ്രായമായി. അപ്പൊ ഞാൻ സ്റ്റിൽ 18 ആണ്. നീട്ടുന്നത് ഞാൻ മധുര 18 ഞാൻ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ ആവനാഴിയിലെ മമ്മൂട്ടി എന്നാണ് എല്ലാരും പറഞ്ഞത്. പോലെ ഇരിക്കുവൻ ആവനാഴിയിലെ മമ്മൂട്ടിയുടെ ഓറ. മമ്മൂട്ടി ആവനാഴി സിനിമയിലെ മമ്മൂട്ടിയെ പോലെ ഇരിക്കും. ഞാൻ ഒരുങ്ങി ഇറങ്ങി വന്നത് മാമൂക്കയെ പോലെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പൊ എല്ലാ ഇതിനും ഇനാഗുറേഷനും മുണ്ടെടുത്തുകൊണ്ടാണ് പോകുന്നത്. ചേഞ്ചിന് വേണ്ടി ഷർവാണിയാണ് ഇടാൻ പറഞ്ഞത്. പക്ഷെ ഷർവാണി അല്ല പോകുന്ന വഴി ഒരു പെണ്ണിനെ കെട്ടിച്ചിടാനായിരുന്നല്ലേ പ്ലാൻ. പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിന്റെ തന്നെ. പക്ഷെ ഞാൻ ഷർവാണി പറഞ്ഞത് കുറച്ചുകൂടി ലുക്ക് ആവുമായിരുന്നു. ഷർവാണി ഇട്ടുകൊണ്ടിരുന്നേ പെമ്പിള്ളേര് വീഴും, തലയിറങ്ങി വീഴും. ഇതെന്തിനു പോലത്തെ പറഞ്ഞത്? മറ്റേ ഉദിത്താരാണ് പാട്ടൊന്ന് പാടിക്കേ. ഗന്ധർവന്റെ ഓടപ്പൂ തണ്ട് എവിടെ നാണിക്കട്ടെ. എടാ നിനക്ക് ആഗ്രഹമില്ലായിരുന്നു കോളേജിലൊക്കെ പഠിക്കണമെന്ന്? അവനെ കാണില്ല, എന്നെ കാണിക്കാതെ. പിന്നെന്ത് പോകാത്ത? മാർക്ക് കാരണം ലാല് പറയല്ലോ മറ്റേ സിനിമ കാസ്റ്റിലൊന്നും ഒന്നുമില്ല. മാർക്ക് വേണോടെ? മാർക്ക് വേണം. എത്ര ഉണ്ടായിരുന്നു നിനക്ക്? 10+2? എനിക്ക് +2 എനിക്ക് 900 സംതിങ്. എത്ര? 1200. അപ്പൊ നീ ബുജ്ജി എന്നെ കാലും. എന്നിട്ട് കിട്ടിയില്ലേ? ഇല്ല, നമുക്ക് 1000+ വേണം ചേച്ചി. നീ ഒരു +2 അപ്പുറത്തിട്ടൂടെ? എന്ത് ചെയ്യാൻ? ഇനിയും പഠിക്കാം. എനിക്ക് ഇത് പഠിച്ചാ മതി. അവന്റെ ആഗ്രഹം അവന് പെണ്ണ് കിട്ടണമെന്നാണ്.
അവന് പെണ്ണ് കിട്ടിയല്ലോ, ഇനി കെട്ടിയാ മതിയല്ലോ. എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണം, അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണം, ഒപ്പിക്കണം. എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ വലിയ മേഖലയിലെത്തണം എന്നൊക്കെയാണ് ആഗ്രഹം. നടക്കും ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് നടക്കാതായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാം നടക്കണം, മനസ്സ് വെച്ചാൽ ഒന്നും നടക്കാതായിട്ടൊന്നുമില്ല. നൈറ്റ് ഔട്ട് പ്രൊഡക്ഷനെയൊക്കെ വലുതാക്കണം. ഞാൻ എന്റെ ഒഫീഷ്യൽ മാനേജറിനെ അവനാക്കില്ല. നമ്മളിവിടെ മാനേജർ ആയിരിക്കും, ഫ്രണ്ടിൽ ക്യാമറ പിടിച്ചോണ്ട്. ഞാനിപ്പോ തന്നെ ഇവിടെ തല ഇറങ്ങി. എനിക്ക് ചുമക്കാൻ പറ്റാത്ത ഭാരങ്ങളൊക്കെ തന്നു. അല്ല ഞാൻ പറയണത്, രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെടുത്തണം. അത് ഒരു കാര്യമാണ്, ഒരുമിച്ച് രക്ഷപ്പെടണം. എവിടെ കിടന്ന് അവനെന്നറിയാം. ഇപ്പം ഇന്നലെ ഞാൻ നോക്കിയ കുറെ പിള്ളേരൊക്കെ ഒന്ന് സംസാരിക്കണം എന്റെ അടുത്ത്. ജീതേവണ്ണല്ലേ ഇന്നലെ ആരോ വന്ന് സംസാരിച്ചു എന്റെ അടുത്ത്. ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുന്നോണ്ട് ഇപ്പൊ ഓരോരുത്തർക്ക് ഫേസ് മനസ്സിലായി തുടങ്ങി. കാരണം മറ്റേ ചേച്ചിയുടെ വീഡിയോ 1 മില്യൺ അടിച്ചല്ലോ, നല്ല രസമായിരുന്നു. ചേച്ചി നമ്മൾ ചേച്ചിയെ കാണാൻ വരുന്നുണ്ട്. ചേച്ചി വീഡിയോ കാണോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ചേച്ചി കാണും വരും. നമ്മളിനി കോളേജിലോട്ട് ടീച്ചർമാരൊക്കെ അറിയണമായിരുന്നു. ഞാനാണ് പറഞ്ഞത്, എന്റെ ഒരു വലിയ ഫ്ലക്സ് വെച്ചുകൂടായിരുന്നു. ടീച്ചർമാര് കൂടെ ഈ കടയാടിയാണ് പറഞ്ഞത്. എവന്റെ ഫ്ലക്സ് കണ്ടപ്പോ പാതി പിള്ളേര് വെളിയിൽ പോയി. ഒരു കൊച്ചു തല കറങ്ങി എല്ലാവരും. ഗായ്സ് അങ്ങനെ കോളേജിലെത്തി. ഇതാണ് എന്റെ കോളേജ്. ഇതാണ്ടേ, ഇതൊക്കെ പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് പഴയ ബിൽഡിംഗ് ആണ്. ഇത് ഇപ്പൊ പുതിയതായിട്ട് കെട്ടി ഞങ്ങളൊക്കെ ഇറങ്ങാറായപ്പം വന്ന ബിൽഡിംഗ് ആണ്. ഇതാണ് എൻ്റെ ഗ്രൗണ്ട് ഗായ്സ്. ഈ ഗ്രൗണ്ടിലാണ് ഞാൻ, ആ ഗാലറി ഒന്നും ഇല്ലായിരുന്നു പണ്ട്, അവിടെ മറ്റേ തിട്ടയൊക്കെ ആയിരുന്നു. അവിടെ ഫസ്റ്റ് ഇയർ ഞാൻ വന്ന സമയത്ത് ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് മത്സരം ഉണ്ടായിരുന്നു. നമുക്കിവിടെ മൊത്തം 7 ഡിപ്പാർട്ട്മെൻറ്റാണ് ഗൈസ്. അങ്ങനെ 7 ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള മത്സരത്തിൽ ഞാൻ കിരണിൻ്റെ അസിസ്റ്റൻറ്റിൽ ഞാൻ ഫൈനലിൽ ഗോളടിച്ച് ഞാനിവിടെ സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ സുഹൃത്തുക്കൾ അപ്പോൾ എന്നതാ വിളിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ പോട്ട് കയറട്ടെ. ബൈ. ടെൻഷനുണ്ട് ഗൈസ്. അവിടെ ബൊക്കയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേരും തിപ്പുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ എന്താവുമെന്ന്, എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ആകെ മൊത്തത്തിൽ ടെൻഷനാണ്. താങ്ക് യു. പ്രിൻസിപ്പാളിന്റെ റൂമിലാ? ഒരു വിചാരമില്ല. അതൊക്കെ നമ്മളെ സാറുമാരാണ് അല്ലേ? ബോബൻ സാറ്, രാഹുൽ സാറ്, പ്രിൻസിപ്പാൾ, ടീന ടീച്ചർ. എനിക്കെല്ലാരും അറിയാം. അങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ? ടെൻഷനാണ്. ടീച്ചർമാരെല്ലാം ഉണ്ടല്ലേ. പട്ടത്ത് വിമൽദാസ് സാറിന്റെ എന്റെ വലിയച്ഛനാണ്. കുന്നിൽ തന്നെ താമസിക്കുന്നു. അങ്ങനെ വരട്ടെ. അഭിയുടെ വീടിനടുത്താണ് ഞാൻ താമസിക്കുന്നത് എന്ന കാര്യം കൂടി ഞാൻ പറയാം. വീട്ടിൽ അഭിയുടെ വീടിനടുത്താണ്. അപ്പൊ അങ്ങനെ പറയുന്ന എനിക്ക് കൂടുതൽ ഭംഗിയെന്ന് പറയുന്നത് അഭി നിങ്ങളുടെ തലമുറയുടെ ഒരു പ്രതിനിധി പ്രതീകവുമാണ്. കോളേജിലൂടെ പഠിച്ച കോളേജിന്റെ അലുമിനിയാണെന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ സന്തോഷിക്കാനും വേണ്ടിയിട്ട്
അവയോട് സംസാരിക്കാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതിന് വഴിമാറുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഞാൻ പറയണം കേട്ടോ. ഞാൻ അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന പ്രിയ അഭിഷേകനെ സ്നേഹാദരത്തോടെ സ്വാഗതം. ജിസിക്ക് ഇത്രയുള്ള ജിസിക്കയുടെ പവർ ഇത്രയുള്ള എന്നാ ഒന്നുകൂടെ ഉറക്കെ വിളിക്ക്. പോരാ പോരാ ജിസിക്ക് ഞാൻ പഠിച്ച സമയത്തുള്ള അതേ പവറാണ് ഇപ്പോഴും ഉള്ളത് കേട്ടാ. ഞാനിവിടെ 2017-19 ബാച്ചായിരുന്നു. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു കേട്ടാ. അതെ, പിന്നെ ആർട്സ് ക്ലബിൻ്റെ ഇനാഗ്രേഷന് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അതും ഞാൻ പഠിച്ച കോളേജിൽ തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ഫംഗ്ഷൻ എന്നെ വിളിച്ചത് രോഹിത്താണ്. രോഹിത്ത് ഇവിടെ എവിടെയുണ്ടോ? രോഹിത്തേ മോളി പോയാ. ഞാൻ പഠിച്ച സമയത്തൊട്ട് അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ ജൂനിയറിൻ്റെയും ജൂനിയർ ആയിരുന്നു കേട്ടോ അവൻ. അതോ വന്ന് അപ്പൊ രോഹിത്തിനൊരു നല്ലൊരു കൈ കൊടുക്കണം കേട്ടാ. എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞാൻ വരുമ്പോൾ പൊക്കി പറയണോ. കോളേജിനെ പറ്റി പറയണമെങ്കിൽ നല്ലൊരു അടിപൊളി ക്യാമ്പസ് ആണ്. ഇഷ്ടപ്പെട്ട നമ്മളെ GCK ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട്? ഞങ്ങളൊക്കെ സമയത്ത് പ്രോഗ്രാമൊക്കെ ചെയ്യണത് നമ്മൾ ഈ ഒരു ആഡിറ്റോറിയത്തിലൊന്നും അല്ലായിരുന്നു. ഈ ആഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇത് പണി നടക്കുകയായിരുന്നു. നമ്മൾ പ്രോഗ്രാം ചെയ്ത് നമ്മുടെ 4-8 വയലാർ നഗർ അറിയാമോ? അറിയാലോ. അവിടെ വെച്ചായിരുന്നു നമ്മുടെ പ്രോഗ്രാം എല്ലാം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇത്രയും ഇപ്പം എല്ലാവരും നല്ല വിജലംബിച്ചൊക്കെ ഇരിക്കുകയല്ലേ. അന്ന് നമ്മളെല്ലാവരും ആ കാർ ഷെഡിൽ ഒതുങ്ങി കൂടിയാണ് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കോളേജിൽ. ഇവിടെ ഇരിക്കണേൽ എത്ര പേർക്ക് എന്നെ അറിയാമല്ലേ. ഞാൻ ഈ ഇങ്ങനെ ഒരു സ്റ്റേജിൽ അവസാനമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ യൂണിറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് നമ്മുടെ വിടവാങ്ങൽ ചടങ്ങിനാണ് ഞാൻ ലാസ്റ്റ് കണക്ക് മൈക്കിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കണത്. ഇന്ന് ഞാൻ അത് തിരിച്ച് ആർട്സിന്റെ ഇനാഗ്രേഷന് വേണ്ടി വന്ന് സംസാരിക്കുകയാണ്. ഇനി ഞാൻ വല്ലതും പറയണോ? ഇനി എന്തെങ്കിലും അറിയണോ? പിന്നെ എല്ലാ ടീച്ചർമാരും സാറന്മാരൊക്കെ ഉണ്ട്. നമ്മളെ ടീന ടീച്ചറൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ ചെന്ന് കയറി പ്രിൻസിപ്പാളുടെ റൂമിലാണ് ഇപ്പോൾ ഇരിക്കാൻ. സാധാരണ നമ്മൾ അവിടെ ചെല്ലണത് വല്ല സ്പൈക്ക് എടുത്തിട്ടും ആകെ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ചെന്ന് പ്രിൻസിപ്പാളുടെ റൂമിൽ ചെന്നിരിക്കണത്. ഇന്ന് ടീന ടീച്ചറിൻ്റെ റൂമിൽ ചെന്നിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. രാഹുൽ സാറ് നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ടീച്ചർമാരായിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. പിന്നെ ബൈജു സാറ്, സബീൻ സാറ്, മനോജ് സാറ്. പിന്നെ ഇനി എന്തെങ്കിലും പറയണോ? പോരെ? എല്ലാരും കൂടെ എല്ലാരും കൂടെ ആണെങ്കിൽ ചെയ്യാം. വാ, ഡാൻസ് കളിക്കാനുള്ള ഒരു താല്പര്യം സ്റ്റേജിലോട്ടോ. നീ വരവായിക്കോ. അപ്പം ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. യൂണിയനും യൂണിറ്റിനും എൻ്റെ എല്ലാ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു. വിദ്യാർത്ഥികളുടെ എല്ലാം അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഒരു 2 സ്റ്റെപ്പ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് താല്പര്യമുള്ളവർക്ക് എല്ലാവരും വേഗം വരണം.
ആയിട്ട് ഒരു ഡാൻസ് നിങ്ങളുടെ എല്ലാം കൂടെ ഉള്ള ഒരു കൊച്ചിനെ ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ കൊച്ചിന് ഒരു സപ്പോർട്ട്, നല്ലൊരു കൈ ഇട്. പേരെന്താണ്? പ്രമിത. അപ്പൊ പ്രമിതയ്ക്ക് ഒന്നുകൂടെ ഒരു കൈ ഇട്. നീയുണ്ടോ? നിന്റെ പേരെന്താ? ആദിത്യനുണ്ട്. അവനും കൂടെ നല്ലൊരു കൈ ഇട്. പോരാ ഒന്നുകൂടാ. അപ്പൊ ആദിത്യനെയും പ്രമിതനെയും ഒരു സിമ്പിളായിട്ട് ഒരു ഡാൻസ് പഠിപ്പിക്കണേ. കയ്യിലും പറഞ്ഞെങ്കിൽ പെട്ടെന്ന് വരാം. വാ. പോട്ട് അടുത്തതാ. GCKയില് നല്ല ഡാൻസേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ഇത്രയും പേരെ ഉള്ള ടീച്ചർമാർക്കും പങ്കെടുക്കാം കേട്ടോ. സാറന്മാർക്കും ബാക്കിൽ ഒളിച്ചിരിക്കുന്ന സാറന്മാർക്കും എല്ലാം വരാം. വാ. സൂമ്പക്കാരല്ലേ? വാ. സൂമ്പ 3 പേരെ കുറച്ചും കൂടെ വാ. കിട്ടണ അവസാനമാണ്. സാധാരണ വഴിയിൽ പോണ ആൾക്കാര് അതും വെയിലത്ത് അല്ലെങ്കിൽ മഴയത്ത് പിടിച്ചാണ് ഞാൻ ഡാൻസ് കളിപ്പിക്കുന്നത്. ഇന്നിതാ മഴയില്ല, വെയിലില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഡാൻസ് ചെയ്യാം. വാ. ആർട്സ് ക്ലബ് സെക്രട്ടറി ഇവിടെ ഉണ്ട്. ഇനി വേറെ നമ്മളെ ചെയർമാൻ അവിടെ. വാ ചെയർമാൻ, വാ തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും ചേർന്ന് ഇനി പേരറിഞ്ഞൂടാ. അപ്പൊ എല്ലാവരും ചേർന്ന് ഒരു കൈയിൽ കൂടെ കൊടുക്കോ. സിമ്പിളാണ്. പോരെ, ഇനി സ്റ്റപ്പാക്കണോ? ഒന്നുകൂടെ കേട്ടോ. കണ്ടല്ലേ? ഒന്നുകൂടെ അപ്പുറം വന്നില്ല. 1 മിനിറ്റ്. 1000 കണ്ണുമായി കാത്ത് ഇരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി. കറങ്ങണ്ട, ഫ്രണ്ടിലൊരു പൈങ്കിളി മലർത്തേക്ക്. ഓക്കെ, തുടങ്ങാം. റെഡി? കൈയടിതാ. ഇനി പാട്ട് വേണോ? ശരി, ഒരു പാട്ട് വേണം. മോനിക്ക മറന്നാണോ? റെഡി? 1 2 3. ഇനിയുണ്ടോ? ഇനി ഡാൻസാ? അപ്പം നമുക്ക് വേണ്ടി നമ്മുടെ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിനായി കടന്നു വന്ന അത്യാവശ്യമായിട്ട് ഉപഹാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെ കോളേജിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ടീന മാമിനെ വിളിച്ചു. ഓ, ടൈമറോ? ഇറങ്ങാം, നമുക്ക് ഇറങ്ങാം. ഇതാണ്, ഇവനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. രോഹിത്. ഒരു ആയി പറയണ ബ്ലോഗാണ്. ഞാനും വേറെ രോഹിത്. നമുക്ക് മറ്റു ടീച്ചറൊക്കെ പോയില്ലേ? പോയില്ലേ? പോട്ടെ സാർ. പറയട്ടെ സാർ. ആളെന്തൊരു പരിപാടി? ഫ്രഷേഴ്സ് തന്നെയല്ലേ? ഓ, അപ്പം ശരി, പോട്ടെ. പിന്നെ പോട്ടെ. എനിക്ക് എൻ്റെ കോളേജിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ഫോട്ടോ മാറ്റിക്കോളാം. ഗൈസ് അപ്പം GCKയുടെ ആദരവാണ് റിദ്വ കോളേജ് യൂണിയൻ 2025-26. എന്റെ വീട്ടിൽ ഇപ്പൊ എത്ര ഫോട്ടോ എറിയത് ചെന്നൈ സൂപ്പർ കിങ്സാ. ഗൈസ് അങ്ങനെ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ നമുക്ക് 11 മണിയെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് 1:30-ആയിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയത് അല്ലേ. കോളേജ് കാണാത്ത നിനക്ക് എന്ത് തോന്നിയടാ? വിയർത്ത് കുളിച്ച് ഡാൻസ് എല്ലാം കളിച്ച് വിയർത്ത് കുളിച്ച് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം അവിടെ ഇറങ്ങിയപ്പോൾ. വീണ്ടും ഒന്നുകൂടെ അഡ്മിഷൻ എടുത്താലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച്. അഡ്മിഷൻ എടുക്കട്ടാ? അല്ലെങ്കിൽ അവന് പോകുമ്പോ അവൻ അങ്ങോട്ട് കേറാണ്ട് ടീന ടീച്ചർ എന്നൊക്കെ പറഞ്ഞ അയ്യോ പണ്ട് ആ സമയത്ത് ഭയങ്കര പഠിക്കുന്ന സമയത്ത് കലിപ്പായിരുന്നു. ടീച്ചറിന്റെ നിന്നാണ് അവാർഡ് മേടിച്ചത് അല്ലേ. കാലം സാക്ഷി ചരിത്രം സാക്ഷി കർമ്മ. ഞാൻ പറഞ്ഞില്ലേ അന്ന് പ്രിൻസിപ്പാൾ റൂമിൽ ഞാൻ കലിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം കാരണം നമ്മള് ഇന്ന് ചെന്ന് കഴിഞ്ഞത് ഭയങ്കര ടെൻഷൻ. ജയദേവ് എന്താണ് പറയാനുള്ളത്? കിളി പറഞ്ഞിരിക്കണം. പൊമ്പിളരൊക്കെ 3-4 വന്ന് നമ്പറൊക്കെ ചോദിച്ചു ചേട്ടാ വെഡിങ് വർക്കൊക്കെ എടുക്കും ഇങ്ങനെയൊക്കെ. കല്യാണം വർക്കൊക്കെ കിട്ടിയില്ലേ കോളേജ്? ഒറ്റ എണ്ണ എന്റെ മുഖത്ത് നോക്കില്ല. എനിക്ക് അതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് നല്ല വിഷമമുണ്ട്. കാര്യട്ട കോളേജിലെ പിള്ളേർ ഇങ്ങനെയാണോ മക്കളെ? നിങ്ങളൊക്കെ മിണ്ടാത്ത അവൻ്റെ അടുത്തെങ്കിലും ആളുകൊണ്ട് മുഖത്ത് നോക്കിയില്ല. എങ്ങനെ നോക്കാതിരിക്കും പിന്നെ മസിലും പിടിച്ചോണ്ട് നിന്നാ. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അല്ലേ. അപ്പം ചെറുക്കായി വ്ളോഗ് തുടങ്ങി കേട്ടോ അല്ലേ. ചെറുക്കാൻ വ്ളോഗ് തുടങ്ങി 2-3 ദിവസം എടുക്കും ഇടാൻ. അപ്പം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം ഇനി മറ്റൊരു ട്രാഫിക് പോലീസ് പറ്റി വരും. ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ഓക്കെ ബൈ ബൈ. ബൈ പറ.